തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സ്വന്തമാക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിമത നേതാക്കൾ. പാർലമെന്റിലെ വിമത എംപിമാർ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഇന്നും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായി. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നവും പേരും അടർത്തിയെടുക്കാനാണ് വിമതരുടെ നീക്കം. ഇതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. NDAയുടെ ഭാഗമാകുന്നതിന് വിമത എംപിമാർ സ്പീക്കർ ഓം ബിർളയെ കണ്ട് കത്ത് നൽകിയിരുന്നു. പാർട്ടിയുടെ 28 എംപിമാരിൽ 22 പേരുടെ പിന്തുണയുണ്ടെന്നും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രവർത്തിക്കുമെന്നും MP കക്കോലി ഘോഷ് ദസ്തിദാർ വ്യക്തമാക്കി. വിമത എംപിമാർ ത്രിപുരയിലെ ബംഗാളി വംശജരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കാനാണ് തീരുമാനിച്ചത്. എംപിമാരുടെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടിയുടെ ബംഗാളിലെ ഓഫീസിന് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തി. എന്നാൽ വിമത എംപിമാരെ അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് മമതാപക്ഷം സ്പീക്കറെ സമീപിച്ചു. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ടീച്ചർ റിക്രൂട്ട്മെന്റ് അഴിമതി കേസിൽ EDക്ക് മുന്നിൽ ഹാജരായി. അഭിഷേകിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാണ് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ജനം, ഡൽഹി.